ഹരേ കൃഷ്ണ, ജയ് ശ്രീ രാധേ രാധേ. അപ്പോൾ ഇന്ന് നമ്മുടെ ഓണക്കാലത്തിൻ്റെ തുടക്ക ദിവസം തുടങ്ങിയിരിക്കുകയല്ലേ. അത്തം പുലരിയാണ് ഇന്ന്. അപ്പോൾ ആരൊക്കെ വീട്ടിൽ പൂവിട്ടിട്ടുണ്ട്? വീട്ടിലെല്ലാവരുടെ വീട്ടിലും പൂവിട്ട് തുടങ്ങിയോ ഇന്ന് മുതലേ? ചിലർ ഇന്ന് മുതൽ തന്നെ തുടങ്ങും. അത്തം 1 മുതൽ 10 വരെ പൂവിടും. ചിലരെന്താ 9ഉം 10ഉം മാത്രം പൂവിടുന്നവരുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഓണത്തിന് 1 മുതൽ തന്നെ തുടങ്ങുന്നതാണ് അതിൻ്റേതായൊരു രീതി അല്ലേ. അതാണ് ഒരു സന്തോഷം. എന്താ പറയുക, ഓണം എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു എന്തൊക്കെയോ ഒരു അനുഭൂതിയും പണ്ടത്തെ കാലങ്ങളും ഒക്കെ തിരികെ വരുന്ന പോലുള്ളൊരു തോന്നലാണല്ലേ. പിന്നെ ഓണം വരുമ്പോൾ നമുക്ക് ഓർക്കാൻ പറ്റിയ ഭഗവാന്റെ ആ ഒരു സ്വരൂപമാണ് വാമനസ്വരൂപം, വാമനമൂർത്തി അല്ലേ. മഹാബലിയെ പാതാളത്തിലേക്ക് അനുഗ്രഹിച്ചു തന്നെ പറയുക, മുക്തി കൊടുത്ത് താഴ്ത്തിയ ഭഗവാൻ വാമനസ്വാമിയാണ് ഓർമ്മ വരിക. എല്ലാവരും പറയുക ഭഗവാൻ മഹാബലിയെ ചവിട്ടിത്താഴ്ത്തിന്ന്. അത് വെറും വിഡ്ഢിത്തരാണ്. ഭഗവാൻ ചവിട്ടി തന്നെയാണ് താഴ്ത്തിയത്. പക്ഷെ അത് മനസ്സിൽ നന്മയുള്ള ഭാവത്തോടു കൂടെയല്ല അത് പറയുക. എങ്ങനെയാ? നാരായണൻ ജന്മം എടുത്ത് മഹാബലിയെ ചവിട്ടിത്താഴ്ത്തി എന്നുള്ളൊരു പുച്ഛഭാവത്തിലാണ് പറയുക. ശരിക്കും ആ ചവിട്ടിത്താഴ്ത്തി എന്നുള്ളത് ആ വേർഡ് മാറ്റി വെച്ചിട്ട് ഭഗവാൻ മുക്തി കൊടുത്തു എന്നാണ് പറയേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു സൗഭാഗ്യമാണ് മഹാബലിക്ക് കൊടുത്തതല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഓണക്കാലാണ് ഇനി ഇതാ വരാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും അത്തം ദിനാശംസകൾ. പിന്നെ നാളെ വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട്. അതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് മന്ത്രത്തിലേക്ക് കടക്കാം. ഞാനിന്ന് വന്നിരിക്കുന്നത് മറ്റൊരു മന്ത്രമായിട്ടാണ്. ഭഗവാന്റെ, നമ്മുടെ കണ്ണൻ്റെ മറ്റൊരു മന്ത്രമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. മന്ത്രത്തിൻ്റെ അർത്ഥം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും. നിങ്ങൾ അധികം ആൾക്കാരും കേട്ടിട്ടുള്ളൊരു മന്ത്രം തന്നെയായിരിക്കും. അതിനു മുന്നേ ഞാനൊരു കാര്യം പറയട്ടെ. നാളത്തെ പ്രത്യേക ദിവസം, നാളത്തെ എന്താ പ്രത്യേകത നിങ്ങൾക്കറിയോ? എന്താ പ്രത്യേകത? വിനായക ചതുർത്ഥിയാണ് നാളെ. വിനായക ചതുർത്ഥി. അപ്പോൾ എല്ലാ അമ്പലങ്ങളിലും ആഘോഷങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പിന്നെ വിനായക ചതുർത്ഥി ദിവസം പ്രത്യേകമായിട്ടുള്ള ഗണപതി ഹോമവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളെ പരിപാടി എന്താ നാളെ? എന്തായാലും ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കുന്നവർ രാവിലെ തന്നെ കുളിച്ച് ഭഗവാനെ കണ്ടു തൊഴുക, ക്ഷേത്രത്തിൽ പോയി ഗണപതി ഹോമത്തിലൊക്കെ പങ്കെടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യുക കേട്ടോ. നമ്മുടെ ഉത്തരേന്ത്യയിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ആഘോഷമാണ് ഈ ഗണേശോത്സവം വരാൻ പോകുന്നേ ഉള്ളൂ. നാളെ നമ്മുടെ ഇവിടെ ഗണേശ ചതുർത്ഥിയാണ്, വിനായക ചതുർത്ഥി. ഇനിയിപ്പോൾ നമ്മുടെ കേരളത്തിൽ